അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ. കരൾ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഫാറ്റി ലിവറൊക്കെ ഇന്ന് ഒരുപാട് ആളുകളിൽ കാണുന്ന ഒരു അസുഖമാണ്. പലപ്പോഴും നമ്മുടെ അനിയന്ത്രിതമായ ഭക്ഷണങ്ങളും മറ്റു കാര്യങ്ങളുമാകുന്ന ഇത്തരത്തിലുള്ള ഫാറ്റി ലിവർ പോലെയുള്ള അവസ്ഥകളിലേക്ക് കാരണമാകുന്നത്. നമുക്കറിയാം, ശരീരത്തിലെ ലിവറിൻ്റെ ധർമ്മങ്ങൾ അമിതമായി വരുന്ന പഞ്ചസാരകളെ ഗ്ലൂക്കഗോൺ എന്ന് പറഞ്ഞ് ലിവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ വേസ്റ്റുകളെയൊക്കെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിലൊക്കെ ലിവറിന് കൃത്യമായ പങ്കുകളുണ്ട്. അപ്പോൾ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഫാറ്റി ലിവറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. പ്രധാനമായിക്കൊണ്ടും പഞ്ചസാര അടങ്ങിയ ഭക്ഷണം കുറക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. അമിതമായി വരുന്ന ഗ്ലൂക്കോസിനെ കൊഴുപ്പാക്കി ലിവറിൽ അടിഞ്ഞു കൂടുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കുന്ന ചോറ്, അരിഭക്ഷണങ്ങൾ, അത് ചോറായിക്കോട്ടെ, ഇനി അതല്ല ദോശ, പുട്ട്, അങ്ങനെ എന്ത് ഭക്ഷണങ്ങളായാലും നമ്മൾ അരിഭക്ഷണമാകുന്ന പൊതുവെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് അടങ്ങിയ ഭക്ഷണങ്ങൾ. ഇപ്പോൾ ചപ്പാത്തി ആയാലും അതിലെല്ലാം ഗ്ലൂക്കോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പൊതുവെ മലയാളികളുടെ ഭക്ഷണത്തിൽ പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലാകുന്നു, അഥവാ ഗ്ലൂക്കോസ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് പൊതുവെ നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. അതോടൊപ്പം തന്നെ അതിനോട് കൂടെ തന്നെ നമ്മൾ ജ്യൂസ് കഴിക്കുമ്പോഴും അല്ലെങ്കിൽ ചായ തുടങ്ങിയ ഇടയ്ക്കിടയ്ക്കുള്ള മധുരം അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായിക്കൊണ്ട് ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. ഇതിലൊരു നിയന്ത്രണം വരുത്തിയാൽ തന്നെ നമുക്ക് അമിതമായി വരുന്ന ലിവറിലെ കൊഴുപ്പിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ ഇതാകുന്നു പ്രധാനമായിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ലഡു പോലെ അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് കഴിക്കുക, ചായയിൽ അമിതമായി മധുരമിടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഫാറ്റി ലിവർ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളതിൽ നിയന്ത്രിക്കേണ്ടതാകും. മറ്റൊരു കാര്യമാണ് കാർബണേറ്റഡ് ആയിട്ടുള്ള കോള പോലെ, 7up പോലെയുള്ള പാനീയങ്ങൾ. അത് നമ്മുടെ ശരീരത്തിലെ ഈ കൊഴുപ്പിനെ, അല്ലെങ്കിൽ അതും ഒരുപാട് പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കോള ആയിക്കോട്ടെ, മറ്റു അത്തരത്തിലുള്ള കാർബണേറ്റഡ് പാനീയങ്ങളിൽ ധാരാളം പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. അതാകുന്നു നമുക്ക് ഊർജ്ജം നൽകുന്നതും മറ്റുമൊക്കെ അതിലടങ്ങിയ പഞ്ചസാരകളാകുന്നു നമുക്കത് കുടിക്കുമ്പോൾ ഒരു ഉന്മേഷം കിട്ടുന്നതിന് കാരണമാകുന്നത്. അപ്പോൾ അവിടെയും പഞ്ചസാര തന്നെയാകുന്നു വില്ലനായി വരുന്നത്. മറ്റൊന്ന് അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം. അമിതമായ ഉപ്പിൻ്റെ ഉപയോഗവും നമ്മുടെ ലിവറിനെ ബാധിക്കുന്ന ഒരു ഘടകമാകുന്നു. അമിതമായ ഉപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേക്കറികൾ, ഇപ്പോൾ നമ്മൾ ചിപ്സ് പോലെയുള്ള ഐറ്റംസ് കഴിക്കുമ്പോൾ അതിൽ ഒരുപാട് ഓയിലിൽ ഇട്ടിട്ടാണ് അത് പൊരിക്കുന്നതും അല്ലെങ്കിൽ വറുത്തെടുക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൽ ഉപ്പിൻ്റെ അളവും കൂടുതലാണ്. പിന്നെ ഇതിന് പുറമെ നമ്മൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുമ്പോൾ പുറമേ നിന്നുള്ള ഇതിലൊക്കെ ഉപ്പിൻ്റെ അളവ് ധാരാളമായിക്കൊണ്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ദോഷകരമായി കൊണ്ട് ബാധിക്കും. അപ്പോൾ ഇവയുടെ ഉപയോഗം ഒന്ന് നിയന്ത്രിക്കേണ്ടത്, കുറയ്ക്കേണ്ടത് കരൾ രോഗമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കരൾ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായ ഒരു കാര്യമാകുന്നു. മറ്റൊന്നാകുന്നു റെഡ് മീറ്റ്, അഥവാ ബീഫ് പോലെ, ആട്ടിറച്ചി പോലെയുള്ള ഭക്ഷണങ്ങൾ. അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാകുന്നു. ബീഫെല്ലാം ധാരാളമായി കഴിക്കുന്നത് കരൾ രോഗമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൻ്റെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മൈദമാവിനെ സംബന്ധിച്ചിടത്തോളം മൈദമാവിൽ ഉള്ളതും ഫൈബർ തീരെയില്ല എന്നൊരു കാര്യമാകുന്നു. അപ്പോൾ അമിതമായിക്കൊണ്ട് മൈദമാവ് ഉപയോഗിക്കുന്നത് കരളിനെ നമുക്ക് അതിൻ്റെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഭക്ഷണങ്ങളെ നമ്മൾ ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ച് നമ്മുടെ ശരീരത്തിന് ഹാനികരമായി തോന്നുന്ന ഇത്തരം ഭക്ഷണങ്ങളുടെ അളവുകളിൽ നിയന്ത്രണം വരുത്തി പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് കരൾ രോഗങ്ങളെ തടയുവാൻ സാധിക്കും. ഫാറ്റി ലിവർ പോലെയുള്ള അവസ്ഥകൾ തുടങ്ങി അത് കരളിൻ്റെ മറ്റു സിറോസിസ് പോലെയുള്ള അവസ്ഥകളിലേക്ക് പോകാതിരിക്കാനും മറ്റു തരത്തിൽ ബാധിക്കാതിരിക്കാനും നമ്മൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കലാണ് ഏറ്റവും നല്ലത്.